നമുക്ക് സന്തോഷം കണ്ടെത്തണമെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പം നമ്മുടെ സന്തോഷം ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിൽ. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകളുണ്ട്, അതെല്ലാം അങ്ങ് മാറ്റിക്കളയണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പൂന്തോട്ടത്തിലേക്കൊക്കെ ഇറങ്ങി വരിക. അവിടെ കാണുന്ന പൂക്കളെയെല്ലാം ഒന്ന് കണ്ട്, അതൊക്കെ നമ്മളോട് പല കഥകളും പറയാൻ കാണും. അവരെയൊക്കെ ഒന്ന് പരിപാലിച്ച് അവരോട് സ്നേഹത്തോടെയൊക്കെ ഒന്ന് നോക്കി പുതിയ ചെടികളൊക്കെ നമുക്ക് നട്ടുപിടിപ്പിച്ച് അങ്ങനെ നമുക്കൊരു ദിവസം തുടങ്ങാം. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്തൊരു കുളിർമയാണെന്നറിയാമോ? നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തുകയും നമ്മളെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്ത് നോക്കി ജീവിതം ഭയങ്കര മനോഹരമായിരിക്കും. എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സെൽഫിഷ് ആകണമെന്നല്ല, മറ്റുള്ളവരെ സ്നേഹിക്കരുതെന്നല്ല, എല്ലാവരെയും സ്നേഹിക്കണം. നമ്മൾ പൂക്കളെയും പൂമ്പാറ്റയെയും ഒക്കെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ സഹജീവികളെ, മനുഷ്യരെ, നമ്മുടെ അടുത്തുള്ള എല്ലാവരെയും, നമ്മൾ കാണുന്ന നമ്മുടെ കൂട്ടുകാരെയും എല്ലാവരോടും നമുക്ക് ഒരു സ്നേഹം ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് സ്വയം സ്നേഹിക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും പറ്റും. അപ്പം അവരിൽ നിന്ന് നമുക്ക് തിരിച്ചും സ്നേഹം കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലെ പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലെ വിഷമങ്ങളും ഒക്കെ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഓരോരോ കാര്യങ്ങൾ, ഓരോ പ്രവർത്തികൾ നമുക്ക് ചെയ്യാം. അപ്പം ഓരോ ദിവസവും നമ്മളിങ്ങനെ പൂന്തോട്ടത്തിൽ നല്ല നല്ല പൂക്കൾ, ഇങ്ങനെ പുതിയ പുതിയ പൂക്കൾ വന്ന് നിൽക്കുമ്പം തന്നെ നമുക്ക് മനസ്സിന് എന്തൊരു സുഖമാണെന്നറിയാമോ? അപ്പോൾ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത്, അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. അപ്പം നമ്മൾ പൂക്കളുമായിട്ട് കുറേ നേരം, ചെടികളുമായിട്ട് കുറേ നേരം നമ്മളിങ്ങനെ ഇടപഴകി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒത്തിരി ഒത്തിരി സന്തോഷം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. വേനൽക്കാലത്ത് എൻ്റെ ഒരുപാട് ചെടികൾ ഉണങ്ങിപ്പോവുകയും കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. വീണ്ടും മഴക്കാലം ആകുമ്പോഴേക്ക് ഞാൻ വീണ്ടും അതിൻ്റെ ഡബിൾ ചെടികളെ വളർത്താൻ നോക്കും. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ ചെടികൾ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ചെടി വളർത്തലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും പറയുക. നിങ്ങളുടെ പൂന്തോട്ടങ്ങളൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് ഇടുക. അപ്പോൾ നമുക്കിത് കാണാൻ പറ്റുമല്ലോ, എല്ലാവരുടെയും ചെടികളൊക്കെ. ഓക്കെ, അപ്പോൾ എൻ്റെ പൂന്തോട്ടം ഇതൊക്കെയാണ്. ഇപ്പോഴത്തെ ഈ വലിയ മഴയൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ഈ പൂന്തോട്ടം ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ. സെറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഇടണം. അപ്പം നമ്മുടെ സന്തോഷം ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിൽ. ഓക്കെ, ബായ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.